വയനാട്ടിലെ കാട്ടുനായ്ക്കർ, പണിയർ എന്നീ ആദിവാസി ഗോത്ര വിഭാഗക്കാർ നിർമ്മിക്കുന്ന കരകൗശല വസ്തുക്കൾ കടൽ കടക്കാൻ ഒരുങ്ങുകയാണ്. സംസ്ഥാന വനം വകുപ്പാണ് നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത്. കാടിന് ദോഷമായി വളരുന്ന കൊങ്ങണിച്ചെടിത്തണ്ടുകളിൽ നിന്നാണ് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നത്. ആന, കരടി തുടങ്ങിയ മൃഗങ്ങളുടെ മാതൃകയാണ് ഉണ്ടാക്കുന്നത്. കൊങ്ങണിച്ചെടിത്തണ്ടുകൾ ചൂടുവെള്ളത്തിൽ പുഴുങ്ങിയ ശേഷം ഉണക്കിയെടുത്ത് അവ ചേർത്ത് വെച്ചാണ് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം. കാടിന് ദോഷകരമായി വളരുന്ന കൊങ്ങണിച്ചെടികൾ നീക്കം ചെയ്യുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കാട്ടിൽ ഈ അധിനിവേശ സസ്യമായിട്ടുള്ള ലന്താന ക്യാമറ അഥവാ ഈ ലോക്കൽ നെയിമിൽ അറിയപ്പെടുന്ന കൊങ്ങിണി, അരിപ്പൂ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ചെടി വ്യാപകമായി കാടിൽ പൂർണ്ണമായിട്ട് വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നീക്കം ചെയ്യുക, ഉന്നതികളിലെ ജനവിഭാഗങ്ങൾക്ക് തൊഴിൽ ഉറപ്പാക്കുക, ഈ രണ്ട് ലക്ഷ്യത്തോടു കൂടിയാണ് കടമ്പക്കാട് EDC ഈ ഷോല ട്രസ്റ്റുമായി സഹകരിക്കുന്നത്. ഒരു ദിവസം 400 രൂപയാണ് തൊഴിലാളികളുടെ കൂലി. ട്രെയിനിങ്ങിനാണെങ്കിൽ ഒരു മാസം, അല്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 15 ദിവസം കൊണ്ട് തീർക്കാം. കൂലി ഒരു ദിവസം 400. 16 പേര്. കൂടല്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷോല ട്രസ്റ്റ് എന്ന സന്നദ്ധ സംഘടനയുടെ സഹായത്തോടെയാണ് കരകൗശല വസ്തുക്കൾ വിൽപ്പന നടത്തുന്നത്. ആവശ്യമുള്ള പരിശീലനവും തൊഴിലാളികൾക്ക് നൽകുന്നുണ്ട്. വനസംരക്ഷണത്തിന്റെയും ആദിവാസി ക്ഷേമത്തിന്റെയും മാതൃകാപരമായ പ്രവർത്തനമാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. മീഡിയ 1 വയനാട്.